ഇവിടെ ഒരു മര്യാദ കാണിക്കട്ടെ. നമ്മളിവിടെ ഞാൻ മാറി നിന്ന് ഫോൺ ഷൂട്ടിങ്ങിന് പോലും മാറി നിന്നിട്ട് ഫോൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളായിരുന്നു സംസാരിക്കുന്നത് അറിയില്ല. ഞാൻ മാത്രമല്ല അവരെല്ലാവരും അല്ല, നിങ്ങൾ നേരത്തെ എന്റെ പറഞ്ഞായിരുന്നോ? ഇന്റർവ്യൂ ടൈമിലും പറഞ്ഞായിരുന്നു. പിന്നെന്താ ബ്രേക്ക് ടൈമിലെല്ലാം വരും. ഞാൻ രാജേഷേട്ടൻ പറഞ്ഞു വന്നാ മതിയെന്ന്. അല്ല, പക്ഷെ നമ്മൾ ഇൻഫോം ചെയ്യണ്ടേ, അതിലൊരു മര്യാദ. അബദ്ധം പറ്റുമോ സാറേ? അല്ല, നിങ്ങൾ വന്നോട്ടെ പറയാൻ പറ്റും. ഞാനൊരു അത്യാവശ്യം ഒരു ഫാമിലി പ്രോബ്ലം സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അലയൻസിലെ കനകൻ ചേട്ടൻ, അതായത് അനീഷ് എന്ന് പറയുന്ന ചേട്ടന്റെ അടുത്തേക്കാണ് അടുത്തതായി പോകുന്നത്. ചേട്ടൻ എന്തായാലും ഷൂട്ടിംഗ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആൾ അവിടെ നിന്ന് സെപ്പറേറ്റ് മാറി നിൽക്കണം. എന്താന്ന് നമുക്കൊന്ന് ചോദിക്കാം. കൂടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പൊ കമോൺ. ഇല്ല, നമ്മളത് അല്ല, അത് പ്ലാൻ ചെയ്ത് പോലെ ചെയ്താൽ മതി. ഹലോ ചേട്ടാ. എന്നിട്ട് അല്ല, അതിപ്പോ ഒരു കാര്യം ചെയ്താൽ നിങ്ങളിപ്പോ അത് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം. അല്ല, അതിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. എന്തൊരു ഇവിടെ ഒരു മര്യാദ കാണിക്കട്ടെ. നമ്മളിവിടെ ഞാൻ മാറി നിന്ന് ഫോൺ ഷൂട്ടിങ്ങിന് പോലും മാറി നിന്നിട്ട് ഫോൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളായിരുന്നു സംസാരിക്കുന്നത് അറിയില്ല. അല്ല, നിങ്ങൾ നേരത്തെ എന്റെ പറഞ്ഞായിരുന്നോ? ഇന്റർവ്യൂ ടൈമിലും പറഞ്ഞായിരുന്നു. പിന്നെന്താ ബ്രേക്ക് ടൈമിലെല്ലാം വരും. ഞാൻ രാജേഷേട്ടൻ പറഞ്ഞു വന്നാ മതിയെന്ന്. അല്ല, പക്ഷെ നമ്മൾ ഇൻഫോം ചെയ്യണ്ടേ, അതിലൊരു മര്യാദ. അല്ല, നിങ്ങൾ വന്നോട്ടെ പറയാൻ പറ്റും. ഞാനൊരു അത്യാവശ്യം ഒരു ഫാമിലി പ്രോബ്ലം സംസാരിച്ചോണ്ടിരിക്കുക. അല്ല ചേട്ടാ, നമ്മള് കുറച്ചേരം പ്രേക്ഷകർക്ക് വേണ്ടിട്ടല്ലേ. ചേട്ടന്റെ പ്രേക്ഷകർ എവിടെ ഇരിക്കുന്നു? കൂളായ പ്രേക്ഷകർ എവിടെ? പ്രേക്ഷകരുണ്ട്, ഇതിന്റെ ബാക്കിലുണ്ട്. ചുമ്മാ എന്നാലും ഇച്ചിരി ദേഷ്യക്കാരനാ. ചെറുതായിട്ട് ഞാനൊന്നും മങ്ങി. പക്ഷെ ആ ചിരി ഇങ്ങനെ സൈഡിൽ ഒരു കോണിന് വന്നപ്പോഴാണ് മാന്തി ഇട്ടപ്പോഴാണ് ഞാനൊന്ന് കൂളായത്. ചേട്ടാ അലയൻസ് ലൊക്കേഷനിൽ എത്തിയിരിക്കാണ്. എങ്ങനെയുണ്ട്? ഞാൻ മിടിക്കുകയാണ്. ചേട്ടൻ അലയൻസിൽ എങ്ങനെ ഉണ്ട്? നന്നായിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. പഴയതിലും സുന്ദരനായിട്ടിരിക്കുന്നു. ഞാനൊക്കെ ചെറിയ കുട്ടിക്കാലം മുതൽ കാണുന്നതാ. എന്താണ് ഇതിന്റെ രഹസ്യം? ആ ചിരി ഉണ്ടല്ലോ, മയക്കും എല്ലാരും. അല്ല സംഭവം സത്യത്തിൽ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്. എങ്ങനെ ഇത് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ എനിക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്നിലും ഞാൻ ഓവറായിട്ട് എക്സൈറ്റഡ് ആവാറില്ല, ഒരുപാട് സങ്കടപ്പെടാറുമില്ല, ഒരുപാട് മോഹിക്കാറുമില്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ സാവധാനം ഒഴുകുന്ന പുഴ സാവധാനമേ കടലിൽ പതിക്കുള്ളതാണ്. അപ്പം ഇങ്ങനെ തട്ടി തലവടി പയ്യെ പോവാം നമുക്ക്. ഓക്കെ, എന്നാൽ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്ന് പറ. ഇങ്ങനെ ചുറുചുറുക്കായിട്ട് നിൽക്കാനുള്ള കാരണം അറിയില്ല. എന്നാലും മിതമായ ഭക്ഷണം, അത്യാവശ്യം എക്സസൈസ്, പിന്നെ സന്തോഷമായിട്ടിരിക്കും. സന്തോഷമാണ്. അലയൻസ് ലൊക്കേഷൻ പിന്നെ അടിപൊളിയാണ്. എത്രയോ വർഷമായിട്ട് ഇപ്പൊ അലയൻസിൽ നിൽക്കുന്നുണ്ട് അല്ലേ? 5 വർഷമാവുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് വരികയാണ് ഈ ലൊക്കേഷനിൽ. എല്ലാവരും, ഒരാൾ മാത്രമല്ല, എല്ലാവരും കുറച്ചുകൂടി ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കത് ഫീൽ ഈ വീടുമായിട്ട്. അപ്പൊ അതിനെ പറ്റി ചേട്ടൻ തന്നെ ഒന്ന് പറയാം. അല്ല, നമ്മള് സാധാരണ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിലായിരിക്കും ഈ ട്രെൻഡിങ്ങിൽ വരിക, അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ഏറ്റവും സന്തോഷം, ഇപ്പൊ ഈ 800 എപ്പിസോഡ് നിൽക്കുമ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് കുറേ വീക്കുകളായിട്ട് ട്രെൻഡിങ്ങിലായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമായ കാര്യമാണ്. കാരണം അന്ന് നമുക്ക് ചാനലിൽ നിന്ന് ഇവിടെ വന്ന് ട്രീറ്റൊക്കെ ചെയ്തിട്ടാണ് പോയത്. താങ്ക് യു സോ മച്ച്. കൗമുദിയോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം ഒരു കലാകാരൻ്റെ പരിചിതമില്ലാത്തൊരു സമയം നമുക്കുണ്ടായിരുന്നു, അതായത് കൊറോണ കാലം. ഈ കൊറോണ കാലത്ത് വർക്കുകൾ തുടങ്ങുന്ന സമയത്ത് നമ്മളാണ് ആദ്യം തുടങ്ങിയത്. നമ്മളൊരു കുടുംബമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് പുറത്തു പോകാതെയൊക്കെ ഷൂട്ട് ചെയ്ത് അന്നേ നമ്മളെ എന്താണ് സാമ്പത്തികമായിട്ടും മാനസികപരമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തൊരു ചാനലാണ് കൗമുദി ചാനൽ. അപ്പോൾ കൗമുദിയോടുള്ള നന്ദി സ്നേഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന വർക്കിനോട് കുറച്ചുകൂടി ആത്മാർത്ഥത കൂടും അല്ലേ. എപ്പോഴും നമുക്ക് തണലായി നിൽക്കുന്നവരോട് കൂറ് പുലർത്താൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതൊന്ന്. 2, പിന്നെ നമ്മുടെ എല്ലാവരുടെ ഒരു ബോണ്ടിങ്. അതുകൊണ്ട് ഒരേ മനസ്സോടെ നമ്മൾ നിൽക്കുന്നു. ഈ വെറുതെ പറയുന്ന പോലെ ഒരു കുടുംബം പോലെയല്ല. ഇപ്പോൾ ഞങ്ങൾ പിണങ്ങാറുണ്ട്, വഴക്ക് കൂടാറുണ്ട്. സാധാരണ ലൊക്കേഷനിൽ വന്ന് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാറില്ലേ ഇപ്പോൾ. അത് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഞാനും മഞ്ജു തമ്മിൽ ചിലപ്പോൾ വഴക്കൂടും, ചിലപ്പോൾ റിയാസ് തമ്മിൽ വഴക്കൂടും. മീൻസ് അങ്ങനെ ആരോഗ്യകരമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ മക്കൾ പോലും ഇപ്പോൾ നല്ലു സയ്യു എന്നെ അച്ഛനാണ് വിളിക്കുന്നത്, മുത്തന്നെ മാമാന്ന് തന്നെയാണ് അല്ലാതെയും വിളിക്കുന്നത്. മീൻസ് അതൊക്കെയാണ് അതിൻ്റെ ഒരു ബോണ്ടിങ് എന്ന് വേണത്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും പ്രവാസികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനും തെളിവാണ് എല്ലാ ദിവസവും നമ്മളെ കാണാനായിട്ട് ഒരുപാട് കുടുംബാംഗങ്ങൾ പുറത്തുനിന്നുള്ളവർ വരും. ഇപ്പോൾ US-ലാണെങ്കിലും ഓസ്ട്രേലിയയിൽ. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മറ്റുള്ളവർ വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെന്തോ ചുമ്മാ തള്ളിവിടുകയാണെന്ന് തോന്നും. പക്ഷെ അല്ല. കാരണം അവർ പറയുന്നതിന് കാരണം ഒരു 10-15 വർഷത്തിന് മുമ്പൊക്കെ നാട് വിട്ടു പോയവർക്ക് അവരുടെ നൊസ്റ്റാൾജിയ തിരിച്ചെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർ നാടും നഗരവും ഒക്കെ വിട്ടു പോയപ്പോൾ
നാട്ടിലെ മാവ്, മരങ്ങൾ, ഓടിട്ട വീട്, കുടുംബ ബന്ധങ്ങൾ, ചെരുപ്പൂരിട്ട് വീട് കയറുന്ന ശീലങ്ങൾ, മക്കൾ, പാരൻസ് നമ്മളുടെ ഒരു ബഹുമാനം, അത്തരത്തിലൊരു കൾച്ചർ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നാറുണ്ട്. അപ്പോൾ മീൻസ് അവർക്ക് അത് കാണാനും, എന്തിനേറെ ഈ വീട് കാണാൻ പോലും ആൾക്കാർ വരാറുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഈ ഒരാഴ്ച ഞാൻ US ലുണ്ടായിരുന്നു. അന്ന് അവിടെ ഇരിക്കുന്ന മുഴുവൻ നമ്മൾ വിചാരിക്കും അമേരിക്കയിലുള്ളവർ മുഴുവൻ വേറെ എന്തൊക്കെ പ്രോഗ്രാംസ് കണ്ടിരിക്കുന്നത്. പക്ഷെ അല്ല, അവർ ഈ നമ്മൾ അലിയൻസിൽ കാണുന്നതും അതിനെപ്പറ്റി ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.